എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ട്രാവലറിൻ്റെ പെയിൻറ്റിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ട്രാവലർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിഷ് ആയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പെയിൻറ്റിങ് വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു ട്രാവലറാണ്. അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും മാറ്റം വരുത്താൻ, ഈ വണ്ടിയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ ഇനിയും ട്രാവലർ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക്. അപ്പോൾ ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ വരുന്നത്. അല്ല, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണ് പെയിൻ്റ് അടിച്ചതെന്ന് നോക്കാം. അപ്പോൾ നേരെ ഏകദേശം സമയം ഇപ്പോൾ ഒരു രാത്രി ആവാനായി, 6 മണിയായി. ഇപ്പോൾ വെളിച്ചെല്ലാം പോയി തുടങ്ങി. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ടൈം കിട്ടിയത് പെയിൻ്റ് അടിക്കാൻ. ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വൈകുന്നേരങ്ങളിലാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ ടയറും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. കണ്ടതിന് അനുസരണം ടയറും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ ഇല്ലാത്ത മോഡൽ ഗ്ലാസ്, അതുകൊണ്ട് ഗ്ലാസ് നമ്മൾ പിന്നെ പെയിൻറ്റിങ്ങിന് ശേഷം അടിയിലേക്കൂടെ ഗ്ലാസ് ഉള്ളിൽ നിന്ന് ഫിക്സ് ചെയ്യായി. അതുകൊണ്ട് ഗ്ലാസ്സൊന്നും നമുക്ക് ഇപ്പോഴേ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്ലാസ് വെച്ചാൽ വെറുതെ പണിയാണ്, ഇത് കവർ ചെയ്യെല്ലാം പണിയാണ്. അതുകൊണ്ട് ഗ്ലാസ് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ബേസ് കോട്ട് ഓഫ് വൈറ്റ് ഇപ്പോൾ അടിച്ചിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഓഫ് വൈറ്റ് നമ്മളതിൽ വേണിച്ചത് ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മളെ നോർമൽ വൈറ്റ് അടിക്കുന്നതിന് പകരം ജസ്റ്റ് ഇങ്ങനെ ഈ എഡ്ജ്, ഈ പുട്ടിയിട്ട സ്ഥലത്തും നമ്മളെ ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് അങ്ങനെയെല്ലാം ആയിട്ട് ഓഫ് വൈറ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ ഓൾറെഡി ബാക്കി ഉണ്ടായ ഒന്നാണ്. അത് പിന്നെ വേറെ യൂസ് ഒന്നും ഓഫ് വൈറ്റിനെ കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഓഫ് വൈറ്റ് ജസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടാണ് നമുക്ക് വൈറ്റ്, അതായത് ഒറിജിനൽ വൈറ്റ്, ഇതാ പേൾ വൈറ്റോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വൈറ്റ് അതിന് ശേഷം നമുക്ക് അടിക്കണം. അപ്പോൾ അത് മുതൽ ഞാൻ കാണിച്ചറിയാം. ഇതിനിപ്പോൾ അടിക്കുന്ന വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. കൈമിലാകുന്നുണ്ടോ? ഇല്ല, അത് നേരത്തെ പോയതാ. അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇവിടെയൊക്കെ ചെറിയ എന്തോരൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് നമ്മൾ ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിക്കുക. ഈ ഒരു സ്ഥലത്ത് ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ നോക്കിയിട്ട് ജോയിൻ്റ് ഇവിടെയെല്ലാം എന്തെല്ലോ ഡാമേജ് അല്ല, ഒരു ഫിനിഷിങ് കുറവുണ്ട് ഈ ഒരു സൈഡിലൊക്കെ. അത് നമുക്ക് റെഡിയാക്കി എടുക്കണം, അടുത്ത പെയിൻറ്റിങ്ങിൽ റെഡിയാക്കി എടുക്കണം. അപ്പം ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും ഹെഡ് ലൈറ്റെല്ലാം നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പിന് ടയറും ഒരു ലാഡർ പോലത്തെയും വരും ബാക്കിൽ. അപ്പോൾ ഏകദേശം സെറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മളെ ഒറിജിനൽ കളർ അടിക്കുക. അധികം ഇടാന്നിടക്ക് തന്നെ നമുക്ക് ആ ഒരു കളറും ഒരു പെയിൻറ്റും കൂടി ഇതിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളിതിന് അടിക്കാൻ പോകുന്നത്. ബ്രാൻഡ് സാംബ്രോ അങ്ങനെ എന്തോ ആണ്. ഈ ഒരു ബ്രാൻഡ് ഞാൻ അധികം യൂസ് ചെയ്യില്ല, ആദ്യമായിട്ട് ഇപ്പോൾ വാങ്ങുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് വെച്ചാൽ ടീ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. അതിപ്പോൾ നമ്മുടെ കടയിലുള്ള അവൈലബിലിറ്റി നോക്കിയിട്ട് അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല. പക്ഷേ പൊതുവേ ഞാൻ ഇത്രത്തോളം വാങ്ങിയെടുത്തോളം എനിക്ക് അതാണ് കിട്ടൽ. ഈ ഒരു കടയിൽ നമുക്ക് ഈ ഒരു പെയിൻ്റാണ് കിട്ടിയത്. കുഴപ്പമില്ല, ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഫോം ഷീറ്റിൻ്റെ പീസിൽ ഞാൻ അടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇതിന്ന് ക്യാപ്പ് തുറന്നെടുക്കാം. അപ്പോൾ ഇതൊരു ക്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് യൂസിന് റിമൂവ് ആക്കാൻ പറ്റിയൊരു ക്യാപ്പ്. അത് വേറൊരു കമ്പനിയിൽ ഇതൊരു കണ്ടിട്ടില്ല. അപ്പോൾ ഇതിലത് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ക്യാപ്പ്. അത് ഞാനിപ്പം നമ്മൾ സാധാരണ ബോട്ടിലൊക്കെ ഇങ്ങനെ തിരിച്ച് മൂടി ക്യാപ്പ് ഇങ്ങനെ തിരിച്ചെടുക്കുന്ന പോലെ അങ്ങ് എടുത്താൽ കളഞ്ഞ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിക്കുന്ന പ്രത്യേകിച്ച് പിന്നെ വേറെ നേർക്ക് പിടിച്ചോ, വേറെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, അടിക്കുക. അധികം അടുത്ത് വെച്ച് അടിക്കാൻ പാടില്ല, അധികം ദൂരെ വെച്ച് അടിക്കാൻ പാടില്ല. ഏകദേശം ഒരിക്കലും അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമുക്ക് നല്ല തന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഒരു മൂവ്മെൻറ്റോടെ അടിക്കുക, അതായത് അടിച്ചൊരു സ്ഥലത്ത് പിടിക്കാണ്ട് ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ അടിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഓഫായിട്ട് മാറി വരുന്നത് കാണാം. ഈ വീഡിയോയിൽ രാത്രി ആവാനായതുകൊണ്ടാണ്
വീഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന് നമുക്കറിയില്ല. നേരിട്ട് നോക്കുമ്പോൾ അവർ ഓഫ് വൈറ്റ് അടിച്ചതൊക്കെ മാറി നല്ലൊരു രീതിക്ക് തന്നെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതെന്തായാലും ഒന്ന് അടിക്കട്ടെ, ഫോണിലേക്ക് തെറിക്കുന്നുണ്ട് ചെറുങ്ങനെ. അപ്പോൾ എന്തായാലും അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഷോട്ട് മൊത്തത്തിൽ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ അധികം അധികം യൂസ് ചെയ്തിട്ടുമില്ല. യൂസ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഓഫ് വൈറ്റ് അടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കളർ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ. ഓഫ് വൈറ്റ് അല്ല, ശരിക്കും ബേസ് കോട്ടായിട്ടും ഇതേ കളർ തന്നെ അടിക്കേണ്ടത്. ഓഫ് വൈറ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ അടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് പെയിൻറ്റിന് എന്തെങ്കിലും ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോട്ടും കൂടി അടിക്കും. ഒരു കോട്ട് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ പെയിൻറ്റിങ് എന്തെങ്കിലും ഡാമേജ് അല്ല, കുറച്ച് മങ്ങിച്ച പോലെ ഉണ്ടെങ്കിൽ ഒരു കോട്ടും കൂടി നമ്മൾ അടിക്കും. അതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ പെയിൻറ്റിങ് ഏകദേശം ഡൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്, അതായത് OCP ഷീറ്റ് വെച്ചിട്ടാണ് ഗ്ലാസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് കളറ് ഗ്ലാസ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ പെയിൻറ്റിങ് എങ്ങനെയാണെന്ന് നല്ല രീതിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ വന്നു എന്ന് വിചാരിക്കുന്നു. പെയിൻറ്റിങ് പ്രൈവറ്റ് ബസ്സൊക്കെ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ നമ്മൾ 2 കൊല്ലം മുന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് ഈ ഗ്ലാസ് ഫിറ്റിങ്, ഈ ബ്ലാക്ക് ഗ്ലാസ് ഇല്ലേ, അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും. നാളെ മറ്റന്നാളായിട്ട് ഇടുന്നതായിരിക്കും. ചെറിയൊരു 5 രൂപ ചിലവിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്, ബ്ലാക്ക് ഗ്ലാസ് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. ഇൻറ്റീരിയർ ഇല്ലാത്ത വണ്ടിക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. ഇത് കൂളിംഗ് ഫിലിം അല്ല, ഫസ്റ്റ് തന്നെ പറയുന്നത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചല്ല. കൂളിംഗ് ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും, ഒരു ബബിളൊക്കെ വന്നിട്ട് വൃത്തികേടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് എങ്ങനെ ഗ്ലാസ് ചെയ്യാന്നുള്ള വീഡിയോ നാളെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.